നമ്മൾ മെട്രിക്സ് എന്താണെന്ന് പരിചയപ്പെട്ടു. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോണത് ഒരു മെട്രിക്സിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ വെച്ച് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് മെട്രിക്സ് ഉപയോഗിക്കണത്, എന്തിനാണ് മെട്രിക്സ് ഉപയോഗിക്കണമെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്തത് പോകേണ്ടത് മെട്രിക്സിൻ്റെ കുറച്ച് പ്രത്യേകതകളിലേക്കാണ്. അപ്പോൾ അതിലെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. അപ്പോൾ എന്താണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, ഓർഡർ ഓഫ് എ മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. നമ്മൾ എഴുതുമ്പോൾ ഇൻറ്റു എന്നാണ് എഴുതുക, പക്ഷേ ഇത് വായിക്കേണ്ടത് ബൈ എന്നാണ്. അതായത് നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. ഇപ്പോൾ ഏതൊരു മെട്രിക്സിൻ്റെയും ഓർഡർ എന്ന് പറയുന്നത് അതിൻ്റെ റോസിൻ്റെ എണ്ണം ഇൻറ്റു അതിൻ്റെ കോളത്തിൻ്റെ എണ്ണം. നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാനൊരു ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യണം. അപ്പോൾ എൻ്റെ മെട്രിക്സ് ഇതാണ്. എൻ്റെ മെട്രിക്സ് ഫസ്റ്റ് റോയിൽ 1 2 3 0 1 2 ഇതാണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഈ മെട്രിക്സിൽ എത്ര റോസ് ഉണ്ടെന്ന് ആദ്യം നോക്കുക. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് റോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ. ഇതുപോലെ ഈ എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ സെക്കൻഡ് റോ. അപ്പോൾ ഈ മെട്രിക്സിന് ടോട്ടൽ 2 റോസാണ് ഈ മെട്രിക്സിനുള്ളത്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ റോകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റോകളുടെ എണ്ണം 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് റോസ് 2 എന്ന് പറയാം. അപ്പോൾ ഈ മെട്രിക്സിൽ 2 റോസ് ആണുള്ളത്. നമ്പർ ഓഫ് റോസ് 2. ഇതുപോലെ ഇതിന് എത്ര കോളംസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കോളം. അപ്പോൾ ഇത് ഫസ്റ്റ് കോളം. ഇതുപോലെ ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം. ഇങ്ങനെ ഈ മെട്രിക്സിനാകെ 3 കോളംസ് ആണ് ഉള്ളത്. ഫസ്റ്റ് കോളം, സെക്കൻഡ്, തേർഡ് കോളം. അപ്പോൾ ഇതിലെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 കോളംസ് ആണ് ഈ മെട്രിക്സിനുള്ളത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് 3. ഇതിന് 3 കോളംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിൻ്റെ ഓർഡർ നമുക്കിപ്പോൾ പറയാം. ഇതിന് 2 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സിൻ്റെ ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ് ഓർഡർ ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളം. അപ്പോൾ ഇവിടെ 2, ഇത് വായിക്കേണ്ടത് 2/3 എന്നാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സ് ഇറ്റ് ഈസ് എ 2/3 മെട്രിക്സ്. 2 റോയും 3 കോളം ഉള്ള ഒരു മെട്രിക്സ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് എ 2/3 മെട്രിക്സ്. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്തൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഇതിൻ്റെ ഓർഡർ 2/3 ആണെങ്കിൽ ഈ മെട്രിക്സിലെ എലമെൻസിൻ്റെ എണ്ണം 2 × 3 6 ആയിരിക്കും. അതായത് ഓർഡർ എന്താണോ 2/3 ആണോ ഓർഡറെങ്കിൽ എലമെൻസിൻ്റെ എണ്ണം 2 × 3 6. ഇതുപോലെ ഓർഡർ 3/4 ആണെങ്കിൽ എലമെൻസിൻ്റെ എണ്ണം 3 × 4 12. ജനറലായിട്ട് പറയുകയാണെങ്കിൽ m/n ഓർഡറുള്ള ഒരു മെട്രിക്സിലെ എലമെൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് m × n ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊരു മെട്രിക്സിൻ്റെയും ഓർഡർ കണ്ടെത്താനായിട്ട് ഇതാണ് പരിപാടി. അതിൻ്റെ റോസിൻ്റെ എണ്ണം നോക്കുക, കോളംസിൻ്റെ എണ്ണം നോക്കുക. നമുക്ക് കുറച്ച് വ്യത്യസ്ത തരം മെട്രിക്സുകളെ പരിചയപ്പെടാം. അപ്പോൾ ഒന്നാമത്തെ മെട്രിക്സ് ആണ് റോ മെട്രിക്സ് എന്ന് പറയും. റോ മെട്രിക്സ് എന്ന് പറയും. എന്താണ് റോ മെട്രിക്സ് എന്ന് നമുക്ക് ആദ്യം കാണാം. അപ്പോൾ ഒറ്റയ്ക്കൊരു റോ മാത്രമുള്ള മെട്രിക്സിനെയാണ് നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ഇതിന് ഒറ്റയ്ക്കൊരു റോ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇതൊരു റോ മെട്രിക്സ് ആണ്, കാരണം ഇതിന് ഒറ്റയ്ക്കൊരു റോ മാത്രമേ ഉള്ളൂ. ആ റോയിൽ 1ഉം 2ഉം. അപ്പോൾ ഇതൊരു റോ മെട്രിക്സ് ആണ്. ഇത്തരത്തിൽ ഒറ്റയ്ക്കൊരു റോ മാത്രമുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയുക. മെട്രിക്സ് വിത്ത് ഓൺലി 1 റോ. ഇനി ഇതുപോലെ കോളം മെട്രിക്സ്, അതും ഈ പറഞ്ഞ പോലെ സെയിം ഐഡിയ ആണ്. കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ഒറ്റയ്ക്കൊരു കോളം, കറക്റ്റ് ഒരേ ഒരു കോളം മാത്രമുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് പറഞ്ഞു, അതിന് ഒറ്റയ്ക്ക് ഒരു കോളം മാത്രമേ ഉള്ളൂ. എത്ര റോ ഉണ്ടെങ്കിലും നമുക്ക് വിഷയമല്ല, ഒറ്റയ്ക്ക് ഒരു കോളം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയുക.
അപ്പോൾ ഒരു റോ ഉള്ള മെട്രിക്സ് റോ മെട്രിക്സ്, ഒറ്റയ്ക്ക് ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെ കോളം മെട്രിക്സ് എന്ന് പറയും. ഇനി അതുപോലെ മൂന്നാമത് നമ്മൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. സ്ക്വയർ മെട്രിക്സ് അപ്പോൾ നമുക്ക് സ്ക്വയർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ക്വയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സൈഡും സെയിം ആയിട്ടുള്ള റെക്റ്റാങ്കിളിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുക. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ സെയിം ആയിരിക്കും. അതേ ഐഡിയ തന്നെയാണ് സ്ക്വയർ മെട്രിക്സിനും. റോകളുടെ എണ്ണവും കോളങ്ങളുടെ എണ്ണവും സെയിം ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ എ മെട്രിക്സ് വിത്ത് സെയിം നമ്പർ ഓഫ് റോസ് ആൻഡ് സെയിം നമ്പർ ഓഫ് കോളംസ്, അതിനെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ ചിലപ്പോൾ ഒരു റോയും ഒരു കോളവും ആയിരിക്കാം. അപ്പോൾ അത് 1/1 മെട്രിക്സ്, അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അല്ലെങ്കിൽ 2 റോയും 2 കോളവും ആയിരിക്കാം, അതായത് 2/2 മെട്രിക്സ്. അതുപോലെ 3/3 മെട്രിക്സ്, 4/4. ഇത്തരത്തിൽ റോകളുടെ എണ്ണവും കോളംസിൻ്റെ എണ്ണവും സെയിം ആയിട്ടുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിട്ടുള്ള മെട്രിക്സ്, മെട്രിക്സ് വിത്ത് സെയിം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്, തുല്യ എണ്ണം റോകളും കോളങ്ങളും ഉള്ള മെട്രിക്സുകളെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുക. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ 2 റോയും 2 കോളവുമുള്ള ഒരു മെട്രിക്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റോസിൻ്റെ എണ്ണം 2ആണ്, കോളത്തിൻ്റെ എണ്ണവും 2ആണ്. അതുകൊണ്ട് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നമുക്ക് ഈ മെട്രിക്സിനോട് ചേർത്ത് ഇതിൻ്റെ താഴെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ്. ഇറ്റ് ഇസ് എ 2/2 മെട്രിക്സ്. ഇതുപോലെ 3 റോയും 3 കോളം ഉള്ളതും സ്ക്വയർ മെട്രിക്സ് ആണ്. 1 റോയും 1 കോളം ഉള്ളതും ഒക്കെ സ്ക്വയർ മെട്രിക്സുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ റോകളുടെ എണ്ണവും കോളങ്ങളുടെ എണ്ണവും സെയിം ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുക. ഇനി ഈ സ്ക്വയർ മെട്രിക്സിൽ തന്നെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിനെ നമുക്ക് അടുത്തത് പരിചയപ്പെടാം. അപ്പോൾ ഏതൊക്കെയാണ് സ്ക്വയർ മെട്രിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്ന് നോക്കാം. സ്ക്വയർ മെട്രിക്സിൽ ഒന്നാമതുള്ള ആളാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ ചില പ്രോപ്പർട്ടീസ് അനുസരിക്കുന്ന സ്ക്വയർ മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുക. അതാരൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനൊരു സ്ക്വയർ മെട്രിക്സ് എഴുതി. ആ സ്ക്വയർ മെട്രിക്സിലെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ഞാൻ എഴുതിയിരിക്കണം. ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ഞാൻ എഴുതിയിരിക്കുന്നു. ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ അതിന് 2 ഡയഗണൽസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഡയഗണലും ഇങ്ങനെ ഒരു ഡയഗണലും. സാധാരണ ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ അതിന് 2 ഡയഗണൽസ് ഉണ്ടാവും. പക്ഷേ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 3 പേരെയാണ് നമ്മൾ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുക. ഇതാണ് നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സ്. ഓക്കെ, ഇത്തരത്തിൽ ഒറ്റ ഡയഗണലെ നമ്മൾ കൺസിഡർ ചെയ്യണുള്ളൂ. ഇവരെ 3 പേരെയാണ് നമ്മൾ ഡയഗണൽ എൻട്രീസ് അല്ലെങ്കിൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയഗണൽ എൻട്രീസ് മാത്രം നോൺ സീറോ ആയിട്ടുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുക. ഡയഗണൽ എൻട്രീസ് മാത്രം നോൺ സീറോ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും സീറോ ആയിരിക്കണം. അത്തരത്തിലുള്ള സ്ക്വയർ മെട്രിക്സുകളെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ സ്ക്വയർ മെട്രിക്സ് വിത്ത് ഡയഗണൽ എൻട്രീസ് നോൺ സീറോ. അപ്പോൾ നമ്മൾ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് കറക്റ്റ് ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ എ സ്ക്വയർ മെട്രിക്സ് ബി ഈസ് സെഡ് ടു ബി ഡയഗണൽ മെട്രിക്സ് if all of its non-diagonal elements are zero. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കണം. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കണം.
അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഒരു 3x3 ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോ. അതായത് ഇപ്പോൾ ബാക്കി എല്ലാ എലമെൻറ്റ്സും സീറോ. ഓൺലി ഡയഗണൽ എലമെൻറ്റ്സ് ആർ നോൺ സീറോ, ഓൾ അതർ എലമെൻറ്റ്സ് ആർ സീറോ. ഇത്തരത്തിൽ എഴുതിയിരിക്കുന്ന മെട്രിക്സുകളെ, ഇത്തരത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ക്വയർ മെട്രിക്സുകളെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുക. ഉണ്ടാ, ഡയഗണൽ എൻട്രീസ് മാത്രം നോൺ സീറോ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും സീറോ. അപ്പം ഇത്തരത്തിലുള്ള മെട്രിക്സിനെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഡയഗണൽ മെട്രിക്സിൻ്റെ അടുത്ത ഒരു സ്കേലാർ മെട്രിക്സ് എന്നാണ് പറയുക. സ്കേലാർ മെട്രിക്സ്. അപ്പോൾ എന്താണ് സ്കേലാർ മെട്രിക്സ് എന്ന് അടുത്തതൊന്ന് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഡയഗണൽ എൻട്രീസ് നോൺ സീറോ ആയിട്ടുള്ള, ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും സീറോ ആയിട്ടുള്ള മെട്രിക്സിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു. ഇനി ഇത്തരത്തിലുള്ള ഡയഗണൽ മെട്രിക്സുകളിൽ തന്നെ ഈ ഡയഗണൽ എൻട്രീസ് എല്ലാം സെയിം ആണെന്ന് വിചാരിക്കുക. ഇപ്പം ഇവിടെ 1, 2, 3 ആണ്. ഇതിന് പകരം ഈ 3 എൻട്രീസും സെയിം ആണെങ്കിൽ അത്തരത്തിലുള്ള ഡയഗണൽ മെട്രിക്സുകൾ നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് all diagonal entries are equal. ഇത്തരത്തിൽ ഡയഗണൽ എൻട്രീസ് എല്ലാം ഈക്വൽ ആയിട്ടുള്ള ഡയഗണൽ മെട്രിക്സുകളെ നമുക്ക് സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ അതിൽ ഡയഗണൽ എൻട്രീസ് എല്ലാം ഈക്വൽ ആൻഡ് നോൺ ഡയഗണൽ എൻട്രീസ് സീറോ ആയിരിക്കും. നോൺ ഡയഗണൽ എൻട്രീസ് എല്ലാം സീറോ. ഇതിനൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 2x2 ഓർഡറുള്ള ഒരു സ്കേലാർ മെട്രിക്സ് കാണിക്കാം. അപ്പോൾ അതിൽ ഡയഗണൽ എൻട്രീസ് കണ്ട, ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് ഒരു ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത നോക്കി, ഇതിൽ ഡയഗണലായിട്ട് കിടക്കുന്ന എൻട്രീസ്, ഇത് 2 ആണ് ഇവിടെ ഡയഗണലായിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ ഡയഗണൽ എൻട്രീസ് രണ്ടും സെയിം ആണ്, ബാക്കി നോൺ ഡയഗണൽ എലമെൻറ്റ്സ് സീറോയുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡയഗണൽ മെട്രിക്സ് കണ്ടു, അതുപോലെ സ്കേലാർ മെട്രിക്സും കണ്ടു. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു മൂന്നാമത്തെ പ്രത്യേക തരം ഒരു മെട്രിക്സിനെയും കൂടി പരിചയപ്പെടാം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ പഠിച്ചേക്കണതിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കൈൻഡ് ഓഫ് മെട്രിക്സ് ആണ് ഇനി അടുത്തത് പറയാൻ പോണത്. അപ്പോൾ ആളുടെ പേര് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയും. ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇനി ഉപയോഗിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഐഡിയ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്ന പോലത്തെ ഒരു സ്കേലാർ മെട്രിക്സ്, അതിൽ ഡയഗണൽ എൻട്രീസ് സെയിം ആവണം എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയേക്കുന്നത്. ഇനി ഈ ഡയഗണൽ എൻട്രീസ് 1 ആണെങ്കിൽ, അതായത് ഡയഗണൽ എൻട്രീസ് എല്ലാം 1, ബാക്കിയുള്ളതൊക്കെ 0, അത്തരം മെട്രിക്സിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുക. ഓക്കെ, ഡയഗണൽ എൻട്രീസ് 1 ആയിരിക്കണം, ബാക്കിയുള്ളതൊക്കെ 0, അത്തരത്തിലുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് in which all diagonal entries are എല്ലാ ഡയഗണൽ എൻട്രീസും 1 ആയിരിക്കണം, അതുപോലെ ആൻഡ് റെസ്റ്റ് ഓൾ ആർ 0. ഇത്തരത്തിലുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുക. ഈ ഐഡൻറ്റിറ്റി മെട്രിക്സുകളെ നമ്മൾ ഐ എന്ന ക്യാപിറ്റൽ ലെറ്റർ ഐ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത്
2x2 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സിനെ നമ്മൾ I2x2 ഇങ്ങനെ എഴുതും. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2x2 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസ് 1, നോൺ ഡയഗണൽ ബാക്കിയുള്ള എല്ലാ എലമെൻസും 0. ഇതാണ് നമ്മുടെ 2 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇതുപോലെ 3 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ I3x3 എന്ന് എഴുതും. അതായത് 3 റോ 3 കോളം. അപ്പോൾ അതിലൊക്കെ ഡയഗണൽ എൻട്രീസ് 1 ആയിരിക്കും, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ 3x3 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇതുപോലെ 4x4 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാലും ഇത്തരത്തിൽ ഡയഗണൽ എൻട്രീസ് എല്ലാം 1, ബാക്കിയുള്ളതൊക്കെ 0. ഇതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ കൺസെപ്റ്റ്. ഇനി ഒരു തരത്തിലുള്ള മെട്രിക്സ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനുണ്ട്. അടുത്തതിനെ നമ്മൾ സീറോ മെട്രിക്സ് എന്നാണ് പറയുക. അത് സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, പേരിൽ തന്നെ അതെന്താണെന്നുണ്ട്. സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പറയാം എന്താണ് സീറോ മെട്രിക്സ്. എല്ലാ എലമെൻറ്റ്സും അല്ലെങ്കിൽ എല്ലാ എൻട്രീസും 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ സീറോ മെട്രിക്സ് എന്ന് പറയുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2x2 ഓർഡറുള്ള ഒരു സീറോ മെട്രിക്സ് പറയുകയാണെങ്കിൽ 0 0 0 0. ഇതൊരു 2x2 ഓർഡറുള്ള സീറോ മെട്രിക്സ് ആണ്. ഇതുപോലെ 3x3 ഓർഡറുള്ള സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എൻട്രീസും 0. അതിനെയാണ് നമ്മൾ സീറോ മെട്രിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ റോ മെട്രിക്സ് എന്താണെന്ന് കണ്ടു, കോളം മെട്രിക്സ് കണ്ടു, അതിൽ തന്നെ സ്ക്വയർ മെട്രിക്സ് കണ്ടു. ഇനി ആ സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്നും സ്കേലാർ മെട്രിക്സ് എന്നും ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്നും സീറോ മെട്രിക്സ് എന്നും പറഞ്ഞ് എഗെയിൻ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ.